യുദ്ധത്തിൽ നിന്ന് ജനങ്ങൾ അഭയം തേടിയ തെക്ക് ഭാഗങ്ങളിൽ സൈനിക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ഇസ്രയേൽ പദ്ധതികളെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ ഗാസയിൽ മാനുഷിക ദുരന്തം ഭയാനകമായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി UN. പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ബന്ദിമോചനവും 2 മാസത്തെ വെടിനിർത്തലും എന്ന ഇസ്രയേൽ നിർദ്ദേശം ഹമാസ് തള്ളിയതായി ഈജിപ്ത് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച ഇന്ധനക്ഷാമം മൂലം സഹായ കയറ്റുമതി തടസ്സപ്പെടുകയും സ്ട്രിപ്പിലുടനീളം ആശയവിനിമയം തടസ്സപ്പെടുകയും ചെയ്തു. തങ്ങളുടെ ട്രക്കുകൾക്ക് നീങ്ങാൻ കഴിയില്ലെന്നും ഡെലിവറികൾ ഏകോപിപ്പിക്കാനാവില്ലെന്നും UN പറഞ്ഞു. ഫോൺ, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഇനി മുതൽ പവർ ചെയ്യാൻ കഴിയില്ലെന്ന് പലസ്തീൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാർ പറഞ്ഞു. പലസ്തീൻ ജനതയ്ക്ക് കൂട്ടശിക്ഷ വിധിക്കുന്ന ഇസ്രയേൽ നീക്കം സർവീസുകളും ലംഘിച്ചതായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഗാസയിലേക്കുള്ള സഹായം തടസ്സപ്പെടുത്തുന്ന ഇസ്രയേൽ നടപടി പട്ടിണിക്കാക്കം കൂട്ടുകയാണ്. പലസ്തീൻ അവകാശങ്ങൾ കവർന്നും ദ്വിരാഷ്ട്ര ഫോർമുല തള്ളിയും ഇസ്രയേൽ മുന്നോട്ട് നീങ്ങുന്നത് സംഘർഷം അനിശ്ചിതമായി നീളാൻ കാരണമാകുമെന്നും UN സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ വെടിനിർത്തൽ കൈവരുതെന്ന് നോർവീജിയനും സ്ലൊവേനിയനും ആവശ്യപ്പെട്ടു. 24 മണിക്കൂറിടെ ഗാസയിൽ ഹമാസ് ആക്രമണത്തിൽ 24 സൈനികർ കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് ഇസ്രയേൽ. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും റിപ്പോർട്ട് പരസ്യപ്പെടുത്തുമെന്നും സൈന്യം വ്യക്തമാക്കി. അതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 4500-ലേറെ വിദ്യാർത്ഥികൾ. ഒക്ടോബർ 7-ന് ശേഷം ഇതുവരെ നടന്ന ആക്രമണത്തിലാകെ 4551 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും 8193 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായും പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 108 ദിവസത്തിനിടെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ കൊലപ്പെടുത്തുന്നവരിൽ 4510 വിദ്യാർത്ഥികളും ഗാസയിലാണ്. ഇവിടെ 7911 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. 388 സ്കൂളുകളാണ് ഇസ്രയേൽ ബോംബിട്ട് തകർത്തത്. ഇവരെ കൂടാതെ ഗാസയിൽ 231 അധ്യാപകരും സ്കൂൾ അധികൃതരും കൊല്ലപ്പെടുകയും 756 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ മാത്രം 41 വിദ്യാർത്ഥികളാണ് ഇസ്രയേൽ സേന കൊലപ്പെടുത്തിയത്. 252 പേർക്ക് പരിക്കേറ്റു. 85 പേരെ അധിനിവേശ സേന അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇസ്രയേൽ ബോംബിട്ട് തകർത്തവയിൽ 281 സർക്കാർ സ്കൂളുകളും പലസ്തീൻ അഭയാർത്ഥികൾക്കായി UN ഏജൻസിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 85 സ്കൂളുകളും ഉൾപ്പെടുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 38 സ്കൂളുകൾ ഇസ്രയേൽ സൈന്യം റെയ്ഡ് ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. അതേസമയം 108 ദിവസത്തിനിടെ ഗാസയിൽ 11,000 പലസ്തീൻ കുഞ്ഞുങ്ങളെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയതെന്ന് ഗാസ സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു. 7500 വനിതകളും കൊല്ലപ്പെട്ടു. 7000-ഓളം പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. പലരും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണെന്ന് സംശയിക്കുന്നു. ഇതിൽ 70% പേരും കുട്ടികളും വനിതകളുമാണ്. ഒക്ടോബർ 7-ന് ശേഷം ഇതുവരെ 25,900 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റവരുടെ എണ്ണം 63,000-ആയി. 70,000 വീടുകളാണ് ഇസ്രയേലിന്റെ ക്രൂരതയിൽ നിലംപരിശായത്. 2,90,000 പേർ ഭവനരഹിതരായി. കൂടാതെ 20 ലക്ഷത്തോളം പലസ്തീനുകൾ ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ട് കഴിഞ്ഞു. ഏകദേശം 150 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. 53 ഹെൽത്ത് സെന്ററുകളും 30 ആശുപത്രികളും പ്രവർത്തനരഹിതമായി. 122 ആംബുലൻസുകൾ ഉപയോഗശൂന്യമായി. ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ 337 ആരോഗ്യ വിഭാഗം ജീവനക്കാരും 45 സിവിലിയൻ പ്രതിരോധ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. കൂടാതെ 119 മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടു. 99 ആരോഗ്യ പ്രവർത്തകരും 10 മാധ്യമപ്രവർത്തകരും ഇസ്രയേൽ അധിനിവേശ സൈന്യത്തിന്റെ പിടിയിലാണ്. കുടിയിറക്കപ്പെട്ട പലസ്തീനികൾ താമസിക്കുന്ന കേന്ദ്രങ്ങൾ വളരെ മോശമായ അവസ്ഥയിലാണുള്ളത്. 4 ലക്ഷം പേർക്ക് പകർച്ചവ്യാധികളും 8,000-ലധികം പേർക്ക് ഹെപ്പറ്റൈറ്റിസ് A കേസും സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.